ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖാലായിഖി മിൻ ജഹന്നമ ഫീ ഗദി ഉലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു വന്നൂറു മിൻ വജനാതിഹി യതവഖദു. യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റബ്ബ്, എൻ്റെ റബ്ബേ, എൻ്റെ രക്ഷിതാവേ, സ്വല്ലി, നീ ഗുണം ചെയ്യണേ, അലൻ നബി മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ നബിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നീ ഗുണം ചെയ്യണേ. മുൻജിൽ ഖലായിഖി, സൃഷ്ടികളെ രക്ഷപ്പെടുത്തുന്നവരാണവർ. മിൻ ജഹന്നമ, ജഹന്നമിൽ നിന്ന്, നരകത്തിൽ നിന്ന് സൃഷ്ടികളെ രക്ഷപ്പെടുത്തുന്നവരാണവർ. ഫി ഗദി, നാളെ മഹ്ശറാവൻ സഭയിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് നരകത്തിലേക്കും സ്വർഗത്തിലേക്കും വേർതിരിക്കുന്ന സമയത്ത് നരകത്തിൽ കടന്ന സാധുക്കൾ ഉണ്ടാകും, അവരെ രക്ഷപ്പെടുത്തുന്നവരാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നീ ഗുണം ചെയ്യണേ എന്ന വരിയാണ് അതുള്ളത്. അഥവാ അതൊരു സ്വലാത്താണ്. അവിടെ മനസ്സിലാക്കേണ്ടത് മുൻജിൽ ഖലായിഖി എന്ന് തന്നെ പറയണം. മുൻജിൽ മുൻജിൽ ഖലായിഖി, ഹലായിഖല്ല. അത് പറഞ്ഞപ്പോഴ ഓർമ്മ, അള്ളാഹു നിങ്ങൾക്ക് ഹൈർ ചെയ്യട്ടെ എന്ന് ചില ആളുകൾ പറയും. വേണ്ടേ, അള്ളാഹു ഹൈർ ചെയ്യണ്ട. ഹൈർ കാരണം എന്താ? പരിഭ്രമം എന്നാണ് അർത്ഥം. അള്ളാഹു ഹൈർ ചെയ്യട്ടെ. പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അറബി പറയുക, ഹൈർ തന്നെ പറയുക. മലയാളം അള്ളാഹു ഹൈറും ബർക്കത്തും ചെയ്യട്ടെ. ഹൈർ വേണ്ട, ഹൈറല്ല, ഹൈർ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹൈർ പറയാം. അല്ലെങ്കിൽ നിങ്ങൾ ഹൈർ പറയണ്ട. എന്നോട് അങ്ങനെ ആളുകൾ പറയുമ്പോൾ ഞാൻ തയ്യാറക്കലില്ല, ആമീൻ പറയലില്ല. ഹൈർ ചെയ്യട്ടെ എന്ന് പറയുന്നത്. ഹൈർ പറഞ്ഞാൽ നമുക്ക് പേടി വരട്ടെ, ഭയം വരട്ടെ, നമ്മളെ പരിഭ്രമം ഉണ്ടാവട്ടെ എന്നൊക്കെയാണ് അർത്ഥമുള്ളത്. ശ്രദ്ധിക്കുക. ഗദ് പറഞ്ഞാൽ നാളെ കേട്ടോ, ഫീ ഗദി, നാളെ. അപ്പോൾ ശ്രദ്ധിക്കുക, മുൻജിൽ ഖലായിഖാണ്, മുൻജിൽ ഹലായിക്കല്ല. അലായിക്ക് എന്നൊക്കെ നമ്മളിങ്ങനെ കേട്ട് പറഞ്ഞതിനനുസരിച്ച് പറയാൻ സാധ്യത ഉണ്ട്. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഉലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു വന്നൂറു മിൻ വജനാതിഹി യതവഖദു. ഉലിദൽ ഹബീബ്, ഹബീബ് പ്രിയങ്കരൻ, ഇഷ്ടത്തോയൻ പ്രസവിക്കപ്പെട്ടു. അസ്സയ്യിദു, സയ്യിദായ നബി പ്രസവിക്കപ്പെട്ടു. അൽ മുതഅബ്ബിദു, ജീവിതം മുഴുവനും ആരാധനയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട നബി പ്രസവിക്കപ്പെട്ടു. സയ്യിദാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അന സയ്യിദു ഉൽദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് സയ്യിദ് ആണ് എന്ന് നമ്മൾ പറയണം, അത് പ്രചരിപ്പിക്കുകയും വേണം. സലാത്തുകൾ ചൊല്ലുമ്പോൾ സയ്യിദ് കൂട്ടിയിട്ടേ സലാത്ത് എല്ലാം പാടുള്ളൂ. അങ്ങനത്തെവരായി മാറണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് സയ്യിദിനെ കൂട്ടുക. എന്താ നഷ്ടം വരാനുള്ളത്? സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്, നമ്മളെ നേതാവാണെന്ന് എന്താ നമുക്കൊന്ന് ഉറപ്പിച്ച് പറഞ്ഞാൽ സയ്യിദിന, ഞങ്ങളുടെ നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്താ പറഞ്ഞത്? ഉലിദൽ ഹബീബ്, ഉലിദാന പ്രസവിക്കപ്പെട്ടു. അൽ ഹബീബ്, ഹബീബ് പ്രസവിക്കപ്പെട്ടു. പ്രിയങ്കരൻ, ഇഷ്ടത്തോഴൻ എന്നൊക്കെ അർത്ഥം. അസ്സയ്യിദ്, നേതാവ്, യജമാനൻ. അൽ മുതഅബ്ബിദു, ആരാധനയ്ക്ക് വേണ്ടി ജീവിതം മുഴുവനും സമർപ്പിച്ചവർ സല്ലല്ലാഹു അലൈഹി വസല്ലം. വന്നൂറു മിൻ വജനാതിഹി യതവഖദു, അവിടുത്തെ കവിൾത്തടത്തിലൂടെ പ്രകാശം ഇങ്ങനെ കത്തിജ്വലിക്കുന്നു, തിളക്കമാർന്നു നിൽക്കുന്നു. ആ രൂപത്തില് എൻ്റെ ഹബീബ് പ്രസവിക്കപ്പെട്ടു. ജിബ്രീലു നാദാ ഫീ മനസ്സതി ഹുസ്നിഹി. അപ്പൊ ഈ വരി ശ്രദ്ധിക്കേണ്ടത്,
ഉലിദൽ ഹബീബ് എന്ന് പറഞ്ഞാൽ ആ വരി ശ്രദ്ധിക്കേണ്ട. അതിന്റെ മുമ്പേ ആമിന ബീവി റളിയല്ലാഹു അൻഹ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച സുബ്ഹിയോടടുത്ത സമയത്ത് പ്രസവിച്ചു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതിനോടനുബന്ധിച്ചൊരു വരി, എന്റെ ഹബീബ് പ്രസവിക്കപ്പെട്ടു. എങ്ങനെ പ്രസവിക്കപ്പെട്ടു? അവിടുത്തെ കവിൾത്തടത്തിലൂടെ ശോഭ ലംഘിങ്ങനെ പ്രകാശം ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുന്നവരായ രൂപത്തിൽ പ്രസവിക്കപ്പെട്ടു. ജിബ്രീലു നാദാ ഫീ മനസ്വതി ഹുസ്നിഹി, ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞു, ഫീ മനസ്വതി ഹുസ്നിഹി, അവിടുത്തെ ഗുണങ്ങൾ പറയുന്ന വേദിയിൽ വെച്ച്, ഹാദാ മലീഹുൽ കൗൻ, ലോകസുന്ദരനാണിത്, ലോകസുന്ദരനാണ്. ആ പ്രസവിക്കപ്പെട്ടത് ലോകസുന്ദരനാണ്. ഹാദാ അഹ്മദ്, അഹ്മദ് എന്ന് പേരില് നൽകപ്പെട്ട നബിയാണ്. തൗറാത്തിലൊക്കെ അഹ്മദ് എന്ന് പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അഹ്മദ് എന്ന് പേര് നൽകപ്പെട്ടവരാണ് അവർ. അങ്ങനത്തെ സുന്ദരന്, ലോകസുന്ദരനെ പ്രസവിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞു. ഹാദാ കഹീലു തുർഫി ഹാദൽ മുസ്തഫ, ഹാദാ കഹീലു തുർഫ്, കണ്ണിൽ സുറുമയിടപ്പെട്ടവരാണ്. ഹാദൽ മുസ്തഫ, തെരഞ്ഞെടുക്കപ്പെട്ടവരാണവർ. ഹാദാ ജസീലുൽ വസ്ഫ്, വണ്ണമായ വിശേഷണമുള്ളവരാണവർ. ഹാദ സയ്യിദു, അവര് നേതാവാണ്, സയ്യിദാണ്. അങ്ങനത്തെ നബിയെ പ്രസവിക്കപ്പെട്ട ഹാദാ ജമീലുൻ ഹാദൽ മുർത്തള, ഹാദാ മലീഹുൽ വജ്ഹി ഹാദൽ ഔഹദു, ഹാദാ ജമീലുൻ, വിശേഷണങ്ങളാൽ അഴകുള്ളവരാണവർ. വിശേഷണങ്ങൾ മുഴുവനും അഴകുള്ള, എല്ലാ നിലക്കും ഭംഗിയുള്ളവരാണവർ. ഹാദൽ മുർത്തള, എല്ലാവരാലും സംതൃപ്തരാണവർ. ഹാദാ മലീഹുൽ വജ്ഹ്, മലീഹുൽ വജ്ഹ്, മുഖസൗന്ദര്യമുള്ളവരാണവർ, ഭംഗിയുള്ളവരാണവർ. ഹാദൽ ഔഹദു, തുല്യതയില്ലാത്തവരാണവർ. അവർക്ക് കടപിടിക്കുന്ന ഒരാൾ പോലുമില്ല. ഒറ്റ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അത്ര ഭംഗിയുള്ള വേറൊരാളുമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ് എന്നർത്ഥം. ഹാദല്ലദീ ഖുലിഅത് അലൈഹി മലാബിസുൻ വനഫായിസും ഫനളീറുഹു ലാ യൂജദു, ഹാദല്ലദീ, എങ്ങനത്തെ ഒരുത്തരാണവർ, ഖുലിഅത് അലൈഹി മലാബിസുൻ, വ്യത്യസ്ത വസ്ത്രങ്ങൾ ധരിക്കപ്പെട്ടു, അണിയിക്കപ്പെട്ടു. വനഫായിസുൻ, അമൂല്യ രത്നങ്ങള് അണിയിക്കപ്പെട്ട, ധരിക്കപ്പെട്ടവരാണവർ. ഫനളീറുഹു ലാ യൂജദു, അവിടുത്തോട് തുല്യരായി ഒന്നിനെ തന്നെയും എത്തിക്കുകയില്ല. ഫനളീറുഹു ലാ യൂജദു, ഉണ്ടാവുകയുമില്ല, എത്തിക്കപ്പെട്ടിട്ടുമില്ല, ഇനി എത്തിക്കുകയുമില്ല. അവിടുത്തോട് തുല്യമായി ഭംഗിയാലും എല്ലാ സ്വഭാവത്താലും എല്ലാം അവിടുത്തോട് തുല്യമായി ഇനി ഒന്ന് എത്തിക്കുകയില്ല, എത്തിക്കപ്പെട്ടിട്ടുമില്ല. قالت ملائكة السماء بأسرهم ولد الحبيب ومثله لا يولد. قالت ملائكة السماء, ആകാശലോകത്തുള്ള മലക്കുകൾ മുഴുവനും ബിഅസ്രിഹിം, അടങ്കലും എല്ലാവരും അവർ പറഞ്ഞു, സന്തോഷത്തോടുകൂടെ അവർ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഉലിദൽ ഹബീബ്, ഹബീബിനെ പ്രസവിക്കപ്പെട്ടു. ആ പ്രസവിക്കപ്പെട്ട പ്രഭാത സമയത്ത്, ആ രാത്രിയിൽ അവർ പറയാണ്, ഉലിദൽ ഹബീബ്, ഹബീബിനെ പ്രസവിക്കപ്പെട്ടു. വമിസ്ലുഹു ലാ യൂലദു, വമിസ്ലുഹു, ഇതുപോലെ ഇനി ഒരാളും പ്രസവിക്കപ്പെടുകയില്ല. ഇതുവരെ പ്രസവിച്ചിട്ടില്ല, ഇനി പ്രസവിക്കപ്പെടുകയും ഇല്ല. അതുപോലെ ബുശ്റാലി ഉമ്മത്തിഹി ബിറുഇയതി വജ്ഹിഹി ഹാദാ ഹുവൽ ജാഹുൽ അലീമുൽ അസിയദു. ബുശ്റാ ലി ഉമ്മത്തിഹി ബിറുഇയതി വജ്ഹിഹി, ആ മുത്തുനബിയുടെ ആ വദനം, സുന്ദരവദനം, ആ പൂമുഖം കണ്ടവർ വലിയ ബറക്കത്തുള്ളവരാണ്, അവർക്ക് സന്തോഷം. ബുശ്റാലി ഉമ്മത്തിഹി ബിറുഇയതി വജ്ഹിഹി ഹാദാ ഹുവൽ ജാഹുൽ അലീമുൽ അസിയദു. അവിടുത്തെ പൂമുഖം ദർശിച്ച, കണ്ട അവിടുത്തെ സമുദായത്തിന് വലിയ സന്തോഷം തന്നെയാണ്, വലിയ സുവിശേഷമാണ് അവർക്കുള്ളത്.
വലിയ മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ളവരാണവർ. വലദതുഹു മഖ്തൂനൻ വമക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദു. വലദതുഹു അവിടുത്തെ പ്രസവിച്ചു ആമിന ബീവി റളിയല്ലാഹു അൻഹ മഖ്തൂനൻ മക്ഹൂലൻ, കണ്ണിൽ സുർമയിടപ്പെട്ടവരായ നിലയിലും ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായ നിലയിലുമാണ് പ്രസവിച്ചത്. കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദു, സഹീഹായ ഹദീസിൽ അത് വന്നിട്ടുണ്ട് ആ വിഷയം. സല്ലല്ലാ അലൈകല്ലാഹു യാ അലമൽ ഹുദാ മാ നാഹ ത്വയ്റുൻ ഫിൽ ഗുസൂനി യുഗർരിദു. സല്ലല്ലാ അലൈകല്ലാഹു യാ അലമൽ ഹുദാ മാ നാഹ ത്വയ്റുൻ ഫിൽ ഗുസൂനി യുഗർരിദു. പക്ഷി മരക്കൊമ്പിൽ ഇരുന്ന് കുറുകുന്ന കാലത്തോളം സന്മാർഗ പതാകവാഹകരായ പ്രവാചകരെ, അങ്ങേക്ക് അല്ലാഹുവിന്റെ ഗുണമുണ്ടാവട്ടെ. പക്ഷികള് മരക്കൊമ്പിലിരുന്ന് കുറുകുന്ന കാലത്തോളം, മാനാഹ ത്വയ്റുൻ ഫിൽ ഗുസൂൻ, ഗുസൂൻ പറഞ്ഞാൽ മരക്കൊമ്പ്, ത്വയ്ർ പറഞ്ഞ പക്ഷി, യുഗർരിദ് പറഞ്ഞാൽ കുറുക, പക്ഷികൾ ഇങ്ങനെ കുറുകുന്ന കാലത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാ അലമൽ ഹുദാ, സന്മാർഗത്തിന്റെ പതാകവാഹകരെ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഗുണമുണ്ടാവട്ടെ. അതൊരു സ്വലാത്താണ്. അർഹമുർറാഹിമീനായ റബ്ബ് മുത്തുനബിയെ പറയാനും അവിടുത്തെ മദ്ഹുകൾ പാടാനും കേൾക്കാനും മനസ്സിലാക്കാനും പ്രചരിപ്പിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.